ഈശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. ആരാണ് ഈ വാലന്റൈൻ? സ്നേഹിക്കുന്നവരെയൊക്കെ ഒന്നിപ്പിക്കുന്ന ഒരു മനുഷ്യ സ്നേഹി, ഒരു കത്തോലിക്ക പുരോഹിതൻ, ഒരു മെത്രാൻ, ഒരു വിശുദ്ധൻ, ഒരു രക്തസാക്ഷി. 3-ാം നൂറ്റാണ്ടിലെ ക്ലോഡിയോസ് രാജാവിൻ്റെ, യുദ്ധപ്രിയനായ യുദ്ധഭ്രാന്തനായ ക്ലോഡിയോസ് രാജാവിൻ്റെ മതപീഡന കാലത്ത് ആശ്വാസം പകർന്ന ആളാണ് വാലന്റൈൻ. പട്ടാളക്കാർക്ക് അവധി അനുവദിക്കാൻ മടിയായിരുന്നു. പട്ടാളക്കാർ എപ്പോഴൊക്കെ വീട്ടിലേക്ക് പോകുന്നത് ഭാര്യയും മക്കളെയും കാണാനാണ്, കുടുംബമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പട്ടാളക്കാരുടെ വിവാഹം ക്ലോഡിയസ് രാജാവ് നിരോധിച്ചു. വാലന്റൈൻ അടങ്ങിയിരുന്നില്ല. രഹസ്യമായി താല്പര്യമുള്ളവരെ എല്ലാം വിളിച്ചുകൂട്ടി അവരുടെയൊക്കെ വിവാഹം ആശീർവദിച്ചു വിട്ടു. അങ്ങനെ വിവാഹം എന്ന കൂദാശ തുടർന്നു വന്നു. കാര്യമറിഞ്ഞ ക്ലോഡിയസ് രാജാവ് കഠിനമായ ശിക്ഷയാണ് നൽകിയത്. ആദ്യം ചാട്ടവാറുകൊണ്ടുള്ള അടി, പിന്നെ കല്ലേറ്, അവസാനം വധശിക്ഷയും. വാലന്റൈന് ജയിലധികാരിയുടെ മകളുമായി നല്ല അടുപ്പമുണ്ടായിരുന്നു. ജയിലധികാരി മകളെ വാലന്റൈൻ്റെ അടുക്കൽ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ജന്മന അന്ധയായ ഇവൾക്ക് ലോകത്തെ ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഫലത്തിൽ വാലന്റൈൻ്റെ കണ്ണുകൾ ജൂലിയായുടെയും കണ്ണുകളായി. AD 270 ഫെബ്രുവരി 14 വാലന്റൈൻ വധശിക്ഷ ഏറ്റുവാങ്ങുകയാണ്. തലേന്നൊരു കത്തെഴുതി ജൂലിയയ്ക്ക് ജയിലധികാരിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മകൾക്ക് കൊടുക്കണം. വധശിക്ഷ നടപ്പാക്കുന്ന ദിവസം ജൂലിയ കത്ത് പൊട്ടിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അവൾക്ക് കാഴ്ചശക്തി കിട്ടി. അവൾ ആദ്യം വായിക്കുന്നത് കൺക്ലൂഡിംഗ് വേർഡ്സ് ആണ്, ഫ്രം യുവർ വാലന്റൈൻ. അവൾ വാലന്റൈൻ്റെ ശവകുടീരത്തിനരികിൽ വയലറ്റ് വർണ്ണത്തിലുള്ള പൂക്കൾ വിരിയുന്ന ഒരു ബദാം മരം നട്ടു വളർത്തി. വാലന്റൈൻസ് ഡേയുടെ സിമ്പലും അതാണല്ലോ. ആമേൻ.